കേസൊക്കെ അവസ്ഥ കേസ് നമ്മൾ നിന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടാ. മുമ്പ് നമ്മള് ബോട്ട് എടുത്ത് വരെ ഇറങ്ങിണ്ടായിരുന്നു. ഫോടാ ധീരോധ. അവിടെ എന്താണ് കാണുന്നത്? കുറച്ച് കൂമ്പാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങോട്ട് വിട്ടേ നൈസായിട്ട്. ബ്ലോക്കാവും അത്. കെൽപ്പാണത്. ലോഡ് ആവണ്ടായിരുന്നല്ലേ. കെൽപ്പായിരുന്നത്. ഹാപ്പി ഹാപ്പി ഹാപ്പി. ഞാൻ ഹങ്കറിലാണ് മേടിച്ചാവും. ഫുഡ് എന്ത് അവിടെ എന്താ കപ്പലാണോ? അത് കപ്പലല്ലേ. ഇത് നോക്കിയൊക്കെ വേണമെങ്കിൽ ജസ്റ്റ്. ഇത് കപ്പലല്ല, അത് വേൾഡിന്റെ സംഭവമാണ്. കരയാണ് കര. അടിയിലത്തെ മണ്ണ്. കടലിന്റെ അടിയിൽ ഭയങ്കര പെട്ട് ഇത് അവിടെ എന്താ കോട്ട. ഇവിടെ അടുത്തൊന്നും ഇതെവിടെയൊക്കെ ആയിട്ട് കുറച്ച് കേവൊക്കെ ഉണ്ട്. കരയില്ലേ ഇങ്ങനെ അടിക്കടലിലേക്കാ പോണത്. ഡോൾഫിൻ കോഡില്ലേ നിൻ്റെ കോഡ്? ഡോൾഫിൻ പിന്നെ വല്ല ഷിപ്പിൻ്റെ വക്കത്തെത്തിക്കും. കോഡ് കൊടുത്ത ഡോൾഫിൻ പോയി. എൻ്റെ കോഡ് ഒരെണ്ണം മതിയോന്ന് എനിക്കറിയില്ല. ഇതേ പോണില്ല. ഹേ ഡോൾഫിൻ. ഇതല്ലേ ഇതിൻ്റെ വാല്. അവിടെ എന്താ വലിയ ഒരു കാര്യം. രാത്രി ആയാലും എന്താണ് സീൻ? നടുക്കടലിലല്ലേ ചന്ദ്രൻ വരുന്നു. വീടിനപ്പുറത്ത് കൂടെ ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കൂടെ ഇവിടെ അടുത്ത് കരയൊന്നുമില്ല. ഈ കെൽപ്പ് കാണുന്നോർത്തേക്ക് പോകല്ലേ. കെൽപ്പ് കാണാത്തോർത്തേക്ക് പോ. ഞാൻ തിന്നു. പിന്നെ ഡോൾഫിനും തരൂല, ഒരു കൂൽഫിനും തരൂല. കടലിൽ നല്ല എളുപ്പമാണ് കടലിൽ കൂടെ പോകാൻ. ആരിങ്ങനെ ബോട്ട് എടുത്ത് പോയി. ഡ്രൗണിൻ്റെ പ്രശ്നം മാത്രമേ അത് ബോട്ടിൽ കയറി പറഞ്ഞു വന്നിട്ട് അവിടെ കര ഐലൻഡ് സർവൈവൽ നടത്തിയത്. അക്കേഷ്യ ഇറങ്ങിക്കോ. അത് ഒരു നൈറ്റാണ്. എടി ബെഡില്ലേ, ബെഡ് എടുത്ത് അവിടെ വെക്കി. ഇവിടെ ഈ ഐലൻഡ് ചെറിയൊരു സ്പോട്ടാണ്. ബെഡ് ഓടി പോകാം. ചാടി ഇറങ്ങി സ്റ്റൈലാണെങ്കിൽ ഇവിടെ ഇങ്ങടെ കയറിപ്പോണം. അവിടെ വയ്ക്കി. എവിടെയെല്ലാം വെക്കി ബെഡ്. ഉറങ്ങിക്കോ. ചാറ്റിക്കോ കുഴപ്പമില്ല. ചാറ്റിക്കോ. ഉറങ്ങുമ്പോൾ എന്തോ ഒന്നിട്ട് അടിയിന് ഏതാ പൊട്ടിച്ചോ. ബോട്ട് എവിടെയാണെന്നല്ല പിടിക്കണ്ട. ഇവിടെയാണ് സർവൈവിങ് കേട്ടോ. നല്ലൊരു ബയോമിലെത്തി. അങ്ങനെ ബോട്ടിൻ്റെ ഉള്ളിൽ സാധനം എടുക്കണ്ടേ. മിക്ക ആ സ്ഥലം സീന കുഴപ്പമില്ല. ഇടി അവിടെ എന്തൊരു സാധനം. നമുക്ക് ബോട്ട് പറിച്ചിട്ട് അപ്പം ബോട്ട് കയറിയിട്ട് പോവാട്ടോ. പൊട്ടിച്ചിട്ട് കരയെ കൂടെ പോകുന്നതല്ലേ കുറച്ചും കൂടി ബെറ്റർ. അങ്ങോട്ട് പോവാം. ഉറക്കമൊക്കെ വരുന്നു. ഞാൻ വില്ലേജറിനെ സൗണ്ടിട്ടുണ്ടാവില്ല. നമുക്ക് ആ സൈഡിൽ കൂടെ സ്ഥലം നോക്കാം. വില്ലേജ് കാണാനുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെ ഞാൻ അധികം ദൂരങ്ങൾ താണ്ടി മാൻഗ്രോവിൻ്റെ സ്ഥലമായിരുന്നു തോന്നുന്നുണ്ട്. യെസ് ഓഫ് കോഴ്സ് ദർ വാസ് തവളപ്രക്കാടികൾ. എവിടെ തവളനാണ്? ഐ ലവ് തവളപ്രക്കാടികൾ. ദാറ്റ്സ് കോഴിപ്രക്കാടികൾ. വാവ് വാട്ട് ബയോം ഈസ് ദിസ്? ഇവിടെ മറ്റേതുണ്ടാവട്ടോ, മറ്റേ ലോട്ടസിന്റെ ലീഫ്. വണ്ടർഫുൾ ബയോം. ഐ ലൈക്ക് ഇറ്റ്. ഐ ലവ് ഇറ്റ്. മാൻഗ്രോവ് ബയോമിൽ ഞങ്ങൾ വേറെ ബയോം.
yes, of course. Lotus leaf. അത് പൊട്ടിച്ചിടിക്ക് ലോട്ടസ് ലീഫ് പൊട്ടിക്ക്. ഞാൻ എൻ്റെ ബോട്ട് എടുത്തിട്ട് ആ വെള്ളം കലക്കാൻ പോകും. ഇതവിടെ ലോട്ടസ് ലീഫ് അലമ്പണ ടീമാണ്. ലോട്ടസ് ലീഫ് ബോട്ട് പൊട്ടിച്ചെടുത്തിട്ട് പൊക്കോ നല്ലത്. ഇതേ തവളപ്രക്കാരിയല്ലേ പന്നീനുണ്ട്. അക്സലോട്ടി ഉണ്ടാവും. അക്സലോട്ടിൽ എഷ്കേവിലല്ലേ ഉണ്ടാവുക. അക്സലോട്ടി നീ എന്ത് പൊട്ടത്തിയാണ് എല്ലാം പോയി. നല്ല സ്പൂൺ ഉണ്ടല്ലോ. ലോട്ടസ് ലീഫ് കണ്ടു ഞാൻ. ഇപ്പുറത്തല്ല അപ്പുറത്താണ് ലോട്ടസ് ലീഫ് ബോട്ട്. അതിൻ്റെ വെള്ളം കൂടെ ചാടിച്ചാടി കളിക്കാൻ പറ്റുമോ? ചാടിച്ചാടാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇനി എനിക്ക് അതിൻ്റെ മുകളിൽ കയറിക്കാൻ പറ്റുമെന്ന് അറിയാം. ചാടാനും പറ്റും. അവിടെ എന്താ ഒരു വ്യത്യസ്ത തരത്തിലുള്ള പൂവ്. എൻ്റെ മോനെ ഏതാ പൂവില്ലേ? ബ്ലൂ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് സെക്കൻഡ് കളർ ബ്ലൂ. ഈ പച്ച നല്ലൊരു ലീഫ് പൊട്ടിച്ചോ. ചാടാൻ പറ്റുമോ? ചാട് ചാട്. അതിൻ്റെ മുകളിൽ കയറ്. അങ്ങോട്ട് ചാടി പൊട്ടിച്ചെടുത്ത നീ ചാടാണ്ട്. ഇതേ വില്ലേജ് ആണോ അത്? അറ്റത്ത് നേരെ കാണുന്നത് എന്തിട്ട് സാധനം ഉണ്ടോ അത്? മറ്റേ നമ്മൾ മറ്റേ നോർമൽ സർവൈവലൊക്കെ ഉണ്ടാവില്ലേ ഒരു സാധനം നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട്. ഇതെന്താണ് സാധനം? പോ അങ്ങോട്ട് പോ. ഒരു മിനിറ്റ്. 4 ലോട്ടസ് ലീഫും കൂടി പൊട്ടിക്കണം. ബെഡ് അപ്പുറത്തിരിക്കുക. ഗൈസ് ഒരു ഉണ്ടപ്രക്കടി സാധനം ഞങ്ങൾ കണ്ടു. ലോട്ടസ് ലീഫൊക്കെ നമുക്ക് എടുക്കാം. അങ്ങോട്ട് പോണി കണ്ടോ? ബെഡ് ഇത് അങ്ങടാണോ കണ്ടത്? എവിടെയൊക്കെ ഉണ്ട് അവിടെ. തവളപ്രക്കാടി ഇവിടെ ഉണ്ട്. പോണ തവളപ്രക്കാടി. ആ സാധനം ആരുണ്ടാക്കിയതാണോ? ഈ സീഡ് കളിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? നമ്മൾ മറ്റേതൊക്കെ ഇല്ലേ നമ്മൾ ഓരോ ഗെയിമിൽ ഉണ്ടാവില്ലേ? നമ്മുടെ ഇത് ആരെങ്കിലും ഉണ്ടാവും പറയാൻ പറ്റില്ല. അവിടെ സ്റ്റെപ്പില്ലടി. എന്നാലും ഇത് ആരാണ് ഉണ്ടാക്കി? അത് ഗെയിമിൽ സ്പോണാവുമ്പോണോ ആ കരയിൽ പോവാ. അവിടെ ഒരു പോട്ടിൽ മറ്റേ ഇതുണ്ട്. അവിടെ എന്താ പൂച്ച പോലെ എന്തോ നിൽക്കുന്നുണ്ടല്ലോ. തേനീച്ച കുത്തുപോയത്. തിരിഞ്ഞ ബാക്കി മതി. വിച്ച് പൂച്ച ഇതിനാണോ ഭാഗ്യൻ്റെ ഉള്ളിക്ക് കയറാഞ്ഞത്? വിച്ചിനെ തട്ടിക്കൊല്ലടി. ബെഡ് വെച്ച് റീസ്പോൺ സെറ്റ് ചെയ്ത്. ഇവിടെ എന്തിനാ റീസ്പോൺ സെറ്റ് ചെയ്യണം? ആ തുമ്പത്ത് റീസ്പോൺ സെറ്റ് ചെയ്യും. എന്നിട്ട് വിച്ചിനെ കൊന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് വിച്ചിനെ കൊല്ലുക. വെക്കവിടെയിലും വെക്കി റീസ്പോൺ പോയിന്റ്. ഒരു മിനിറ്റ്. അപ്പം എൻ്റെ സാധനങ്ങൾ പൊക്കോട്ടെ എന്നല്ല ജസ്റ്റ് ഉണ്ടാക്ക്. അപ്പം നിന്നോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിൽ ചെന്നാൽ ജസ്റ്റ് കാണാം. ഇതിൽ ചെന്നാൽ ഇൻവെൻ്ററി കഴിഞ്ഞിട്ട് അപ്പം തുറക്കുമോ? ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചിട്ട് ബീച്ചിൽ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ വയ്ക്കുന്നുണ്ട്. വിട്ടേ അറിയൂല. ഞാൻ ഇവിടെ ചെയ്തോണ്ടിരിക്കില്ലേ? ഞാനാട്ടെ കഴിച്ച് ഈ ഡബിൾ ക്ലിക്കിൻ്റെ കാര്യം കണ്ടുപിടിച്ചത് കയറാനായിട്ട്. അവിടെ പൂച്ച ഉണ്ടോ? കറുത്ത പൂച്ച. ഫിഷ് നീ തിന്നല്ലേ? എന്താ ഫിഷാണോ? ഒരെണ്ണം പിച്ച ചട്ടി. ആ സോഡ വെക്കി. സോഡാണ് ഏറ്റവും ഫസ്റ്റ് ഇരിക്കേണ്ടത്. പിന്നെ ഫുഡ്. പിന്നെ ഇതിങ്ങനെ വയ്ക്കുക. പിന്നെ ആക്സിഡൻ്റ് ഉള്ളിൽ എടുത്ത് വെച്ചു. ഉപയോഗമില്ലാത്ത യൂസ്ലെസ് സാധനം. നീ ഞങ്ങളത് പൊട്ടിച്ച് കയറി പോകുമ്പോഴേക്കും വിച്ചിങ്ങനെ നോക്കിയിരിക്കും. എന്താണോ സെറ്റാണ്. നമുക്ക് അപ്പുറത്തെ വഴിക്ക് പോകണ്ട. വിച്ചിൻ്റെ വീട്ടിലേക്ക് ബാക്കിൽ നിന്ന് പോകാല്ലേ. ലോട്ടസ് ലീഫിൻ്റെ മുകളിൽ ഡേർട്ട് വയ്ക്കാൻ പറ്റും.
വിച്ച് കണ്ടു നിന്നിപ്പോൾ തന്നെ അങ്ങാണ്ടിയാണ് വിച്ച്. ഇത് എന്തോരം താഴ്ത്തിക്കാ പോയിക്കണേ വിച്ചിൻ്റെ മറ്റേ കടലിൻ്റെ താഴേക്കാണ് പോയിക്കണേ. ആ ലോട്ടസ് അല്ലെങ്കിൽ വേണ്ട ആ മരത്തിൻ്റെ കുത്തിച്ചേരിക്കും. ആ മതി ആ ലോട്ടസ് ബീച്ച് കയറും ട്രെയിന് മുകളിൽ. ഈ മുകളിലേക്ക് ബ്ലോക്ക് കിട്ടും. ഏറ്റവും മേലെ ചെന്നിട്ട് പരിപാടി ഒപ്പിക്കിട്ടോ. വിച്ചിൻ്റെ വീട് നമുക്ക് അങ്ങ് എടുത്താലോ. പൊട്ടിച്ചാഞ്ഞത് സോഡുണ്ട്. വിച്ചിൻ്റെ വീട്ടിൽ പൂച്ചയുണ്ടോ? ടയറാണ്. ഓ വിച്ച് ബുദ്ധിമതി. ബുദ്ധിമന്തി വീട് പൊളിക്കാം. എടി ഒരു ഫുഡ് കഴിച്ചോട്ടാ സെറ്റായി. വിച്ചിനെ കണ്ടതടി. കിട്ടി. ഇനി നോക്കി തന്റെ കാര്യമില്ല. ഇനി നേരത്തെ നടി. അടി 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 ഇറങ്ങിട്ടടി ഇറങ്ങിട്ടടി. ആ വിച്ചിനും കിട്ടിയിട്ടുണ്ട്. വിച്ചിനെ അത് കൂടുതൽ കിട്ടി. ഇരുന്നിട്ട് അടിച്ചാൽ കിട്ടില്ല വിച്ചിന്. വിച്ച അങ്ങനെ ചാട്ടെ. ഇനി ഇറങ്ങിച്ചെന്നടി. പോയിസൺ കിട്ടിയാ പിന്നെ ഇറങ്ങിച്ചെന്ന് അടിക്കണം. കണ്ട അവന് ഡാമേജ് അടിക്കുന്നത്. അടുത്ത പോഷൻ എറിയുമ്പോൾ മൂഞ്ചിക്കോട്ടെ. വിച്ചേ ഇറങ്ങിയിട്ട് അടിക്കറി അല്ലാണ്ട് അതിന് കൊള്ളില്ല. കണ്ട മൂഞ്ചിക്കൊണ്ട്. അയ്യ നിനക്ക് 8 സെക്കൻഡൊക്കെ കിട്ടണല്ലോ. നീ ഫുഡ് സെറ്റാക്കുക. ലൈഫ് കയറുന്നില്ലല്ലോ. പോയി ഇറങ്ങിച്ചെന്നടി. അതിൻ്റെയും പോയി ഇറങ്ങ്. അനങ്ങാൻ പാടില്ല നമ്മള്. അനങ്ങാൻ നമ്മൾ ചാവും. വീക്ക്നെസ്സാ വെറുതെ അല്ല. വിച്ച് കൊച്ചു കള്ളി വീക്ക്നെസ്സൊക്കെ ഇട്ട്. പൂച്ച തല്ലു നമ്മളെ. വിച്ച് ചത്ത. വീക്ക്നെസ് ഉള്ള പോയിസൺ പോട്ടെ. വീക്ക്നെസ് ഉണ്ടെങ്കിൽ സീനൊന്നുമില്ല നമുക്ക്. വിച്ചോടെ സർവൈവ് ചെയ്യണ്ടോ? വിച്ച് എവിടെ? അടുത്ത കുപ്പിച്ചിലിട്ടാ വിച്ച്. നീ പേങ്കരേ കയറി. വിച്ച എവിടെ നോക്കിക്കാണ്. നീ ഇവിടെ തന്നെ റീസ്പോൺ ചെയ്ത. അവിടെയാണ് ഐറ്റംസ്. പോയിടുക്ക്. അവിടെ അല്ല അപ്പുറത്ത്. അവിടെ ഓടിച്ചെന്നടിച്ചാ വേണമെങ്കിൽ വിറ്റിനുണ്ട്. അവന് എന്താന്നറിയോ സീനുണ്ടായത്? വീക്ക്നെസ്. അല്ല വിച്ചിനെ അതിനെ നടന്നു നോക്കുള്ളൂല്ലേ. അവനെന്തിനാണ് ചെന്നാലും ഉണ്ടാക്കുന്നത്. എൻ്റെ സോടുതാ കൊല്ലു കൊല്ലു അവളെ കൊല്ലു കൊല്ലു. സോട് താഴ്ന്നെടുക്കുവോ? ഉണ്ടമ്പരി സോഡ് മോള കണ്ടോ? സോഡാ പെണ്ണ് കളഞ്ഞു. വിച്ചിന് പോയിസൺ കിട്ടിയിട്ടുണ്ട്. നോക്കണ്ട നമുക്കും പോയിസൺ കിട്ടി. നമ്മൾ പക്ഷെ ചാവില്ല. കാരണം ഉറങ്ങാൻ നോക്കി വിട്ട് ചെല്ലു ചെല്ലു ചാവട്ടെ. അവള് ചാവട്ടെ. അവളവിടെ കിടന്ന് ചാവട്ടാണ്. ഒരു പൂവോ അവിടെ കിടന്ന് കുപ്പി പൊട്ടിക്കട്ടെ. യെസ് നമ്മളിപ്പോൾ ചാവും. അര ഹേർട്ടായിട്ട് നിന്നത് പിന്നെ നിൽക്കും. നമ്മളിപ്രാവശ്യം അടുത്ത് നോക്കിയത്. വേഗം ചെന്നുറങ്ങ്. സ്പീഡ് കൂട്ടാൻ പാടില്ലടി. സ്പീഡ് കൂട്ടിയാൽ നമ്മൾ ചാവും. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യരുത്. അര ഹാർട്ടായിട്ട് ബാക്കിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഓക്കെ ഫുഡ് കഴിക്കും. ഉണ്ട് അത് മുഴുവൻ എടുത്തിട്ടെ അടിച്ച് ഞാൻ അപ്പളെ പറഞ്ഞതിന് കൊല്ലാൻ പോകുന്നു. ഇടി അതിനെ കൊന്നാൽ നമുക്ക് ഇത് കിട്ടും. ഒരു പോഷൻ കിട്ടും. ആക്ഷൻ വെച്ച് പൊക്കോ. അവിടെ ഉണ്ടാവും. ഇല്ല അതിനെ അതിൻ്റെ വീട് എക്സ്പ്ലോർ ചെയ്തൂടെ? നമുക്ക് എൻ്റെ വീട്ടിൽ കയറിപ്പോ കൂടെ. പിന്നെന്താ? ബ്ലോക്ക് എടുത്തില്ലേ. നീ ബ്ലോക്ക് എടുക്കാൻ പോകുമ്പോഴേക്കും കരയിൽ കയറി വന്നിട്ട് അടിക്കാം. അത് നല്ലത്.
വെള്ളത്തിലേക്ക് മര്യാദ കണ്ടോളൂ കിട്ടാണ്ടോ. നീ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തിനെ കൊന്നുണ്ട് ഞാൻ കൈ കൊണ്ടിട്ട്. ഞാൻ ചത്തിട്ടില്ല കേട്ടോ, അതുള്ള കാര്യം. നോക്കണ്ട ഒന്നും നോക്കണ്ട. സ്ലോനെസ് ഇട്ടു. വെരി ഗുഡ്. ചത്ത്. തൊട്ടപ്പുറത്ത് ഞാൻ ചത്തു. ആക്സ് കോടാലിയാണ് കണ്ടത്. ഇങ്ങോട്ട് കയറി വാടാ വിച്ചേ. ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ നിനക്ക്. കയറി വാ, കയറിയില്ലേ. ഇത് അടിയന്തരാണ് വിച്ചേ. അപ്പൊ അടിയന്തരത്തിന് കൂട്ടുകാരെല്ലാരും വിളിച്ചില്ലേ? വീക്ക്നെസ് തരരുതിട്ടേ നീ. ഞാൻ ചത്താലും യെസ്. റെഡ് സ്റ്റോൺ സ്റ്റിക്കോ അതിൻ്റെ ബെഡിന്റെ അടുത്ത് പോയി ചത്തോ. അതിൻ്റെ വീട്ടിൽ ഞാൻ എന്തൊരു ചുവന്ന കളർ ലൈനി കണ്ടു. ഞാനും കണ്ടു. വീക്ക്നെസ് തന്നാലാണ് സീന്. കാരണം നമ്മൾ അവനെ അടിക്കുമ്പോൾ അവന് കുറച്ച് ഡാമേജ് കിട്ടുള്ളൂ. 18 സെക്കൻഡ് കൂടി ഉണ്ടല്ലോ. വേറെ പോയിഷൻ ചത്താലും കുഴപ്പമില്ല, നമ്മൾ അടുത്ത് തന്നെ നിൽക്കണത്. എന്നാലും ചാവാണ്ടിരിക്കാൻ പരമാവധി നോക്കുക. എക്സ്പി പോവും. എൻ്റെ ബെഡിന്റെ അടുത്തെല്ലാം വീക്ക്നെസ് ഉള്ളു. ഇനി വോയിസും പോയി. ഈ അരഹായിട്ടും വെച്ചാണ് ഞാൻ നമ്മളവൻ്റെ വീട് എക്സ്പ്ലോർ ചെയ്യണത്. ഫുഡ് കുക്കഡ് എൻ്റെ ബോട്ട് വിത്ത് ജസ്റ്റ് ഞാൻ പിന്നെ എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും വേണ്ട. കുറച്ച് സാൻഡ് എടുക്ക്. ആ 12 ഡേർട്ട് എടുത്ത് എൻ്റെ വീട്ടിൽ കയറാൻ അത് വേണ്ടി വരും. മുമ്പിൽ കൂടെ കയറാട്ടെ ഇപ്രാവശ്യം. ബാക്കിൽ കൂടെ കയറുമ്പോൾ ഒരു ഇതാണ്. മുമ്പിൽ കയറണതാണ്. ആരോ പേടിച്ചിട്ട് മുമ്പിൽ പിന്നിൽ കൂടെ കയറണം. അവിടെ ബ്ലോക്ക് മതി. എൻ്റെ മുകളിലത്തെ ബ്ലോക്ക് ആക്സ് കൊണ്ട് പിടിച്ചേ. ഇനി 2 ബ്ലോക്ക് ഇട്ട് കയറി മുകളിൽ കേട്ടോ. പൂച്ചാണ് ഇത്ര എന്തോ കിടന്ന് തിളച്ച് മറിയുന്നു. അയ്യ അതെടുത്ത് വെച്ച് നോക്ക് അതിൻ്റെ അടുത്തോട്ട് നോക്ക്. അയ്യോ ഒരു ബോട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഫർണേഴ്സ് ഉണ്ടാക്കുക. ആ പൊട്ടിച്ച പൂച്ചട്ടിയല്ലേ. പൂച്ചട്ടി കിട്ടിയില്ല. പൂച്ചട്ടി പോയി. പൂച്ചട്ടി പൊക്കോട്ടറി. പൂച്ചട്ടി അവിടെ എടുത്ത് നീ എങ്ങനെ ഇനി മുകളിൽ കയറും. ഇനി മുകളിൽ കയറില്ല. ഇനി നമുക്ക് സാൻഡൊക്കെ സാൻഡ് ഉരുക്കിയിട്ട് ബോട്ടിലാക്കി പോയാൽ കഴിയും. സ്മോക്കർ ഉണ്ടാക്കിയ ഗൈസ്, അപ്പം നമുക്ക്